അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പാർട്ടിലോട്ട് പോകാം. നെക്സ്റ്റ് പാർട്ടിൽ നമ്മൾ സെയിം ഇത് തന്നെയാണ്, ഒരു ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഈ ക്വസ്റ്റ്യനിൽ വ്യത്യാസം എന്താണെന്ന് പറഞ്ഞാൽ നമുക്കിത് ഇപ്പം എ ബി ബി സി സി ഡി എന്നൊരിതുണ്ട്. പക്ഷേ ഡി എന്ന് പറയുന്നത് ഓവർ ഹാങ് ആണ്, ഇതൊരു സപ്പോർട്ട് അല്ല, ഓവർ ഹാങ് ആണ്. അപ്പം നമ്മൾ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യുന്നു വെച്ചാൽ ഇതിലെ വ്യത്യാസം എന്താന്ന് പറഞ്ഞാൽ ഈ ഡി നമ്മൾ കൺസിഡർ ചെയ്യില്ല. കാരണം ഈ ഡി എന്ന് പറയുന്നത് ഓവർ ഹാങ് ആണ്, ഇങ്ങ് അറ്റത്തൊരു 20 കിലോ ന്യൂട്ടൺ കിടക്കുവാണ്. അപ്പം ഈ 20 കിലോ ന്യൂട്ടൺ ഇതെന്താണ് 1 മീറ്റർ. അപ്പം എന്താണ് ഇത് കാരണം ഈ സപ്പോർട്ട് സിയിൽ എന്താണ് ഉണ്ടാവുന്നത്, ഒരു മൊമെന്റ് ആണ് ഉണ്ടാവുന്നത്. അപ്പം ഈ 20 × 1 ചെയ്യുമ്പം നമുക്ക് ഇവിടത്തെ എന്ത് കിട്ടും, മൊമെന്റ് കിട്ടും. അപ്പം നമ്മൾ ഇനി എങ്ങനെ എടുക്കുന്നു പറഞ്ഞാൽ എ ബിയും ബി സി ഉള്ളൂ, സിൻ്റെ അവിടെ ഒരു മൊമെന്റ് വരും, അതെന്ന് പറഞ്ഞാൽ എം സി ആണ്. അപ്പം എം സി എന്ന് പറഞ്ഞാൽ എത്രയാ, താഴോട്ടായിട്ട് -20 × 1 അതാണ് -20 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ആണ് എം സി എന്ന് പറഞ്ഞത്. അപ്പം ഞാൻ എ ബിക്കും ബി സിക്കും ആയിട്ട് ഇക്വേഷൻ 3 മൊമെന്റ് എഴുതിയ MA × L1 + 2 × MB + L1 + L2 + MC × L2 is equal to -6 A1x1/L1 -6 A2x2/L2. അപ്പം MC is equal to എന്താണ് -20 × 1 20 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ. കാരണം ഈ ലോഡ് കാരണം എം സി ഉണ്ട്. MA എന്ന് പറയുന്നത് 0 തന്നെയാണ്. അപ്പോഴും ഇവിടെ ഇപ്പോൾ ഒരു ഓവർ ഹാങ് ഉണ്ടായിരുന്നെങ്കിൽ അതും അങ്ങനെ വന്നിരുന്നെങ്കിൽ MA = എന്തെങ്കിലും ഒരു വാല്യൂ വന്നേനെ. ഇല്ലെങ്കിൽ MA = 0. ഇവിടെ MC 0 വരത്തില്ല, കാരണം ഇവിടെ നമുക്കൊരു ഓവർ ഹാങ് ഉള്ളതുകൊണ്ട് എം സിക്ക് ഒരു വാല്യൂ വരും. MB പിന്നെ നമ്മൾ അല്ലാതെ കണ്ടുപിടിക്കണം. അപ്പം നമ്മൾ ഈ ഇക്വേഷനിൽ ബാക്കി A1x1 A2x2 ഒക്കെ കണ്ടുപിടിക്കുന്ന സിമിലർ ആണ്, യാതൊരു വ്യത്യാസവും ഇല്ല. PDF ഞാൻ അയച്ചിട്ടുണ്ട്, വർക്ക്ഔട്ട് ദി പ്രോബ്ലം. അപ്പോൾ നമുക്ക് ഇതിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഇക്വേഷനിൽ ഇപ്പോൾ 2 അൺനോൺ ഉണ്ട്. MB അൺനോൺ ആണ്, എം സി അൺനോൺ അല്ല, സോറി എം സി നമ്മൾ കണ്ടുപിടിച്ചു. ഇവിടെ ആകെ ഒരു സാധനം അൺനോൺ ആയിട്ടുള്ളൂ, MB മാത്രം. അപ്പം എന്താണ്, നമ്മളെല്ലാം നേരത്തെ പോലെ തന്നെ ഇക്വേഷനിലിടുക, MB കണ്ടുപിടിക്കുക, പിന്നെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കണം, അത്രേ ഉള്ളൂ. ഇറ്റ്സ് പ്രിറ്റി സിമ്പിൾ. ആകെ ആ വ്യത്യാസം ഇവിടെ ഒരു എം സി എന്നൊരു വാല്യൂ കൂടെ വരും എന്ന് മാത്രമേ ഉള്ളൂ. അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് പിന്നെ ഉള്ളത് സിമിലർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെന്റ് ഒക്കെ വരയ്ക്കുന്നത് സിമിലർ ആണ്. എന്തായാലും വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും പ്രശ്നം വരുവാണെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതിലെയും വ്യത്യാസം എന്താണെന്ന് നമുക്ക് നോക്കാം. ഒരു വലിയ സ്പാനാണ്. അപ്പം എന്താണ്, AB BC CD DE ഇത്രയും സ്പാൻ ഉണ്ട് ഇവിടെ. അപ്പോൾ DE കാണുമ്പോൾ നമുക്കറിയാം എന്താണ്, സപ്പോർട്ട് ഇല്ല. അപ്പം ഇതൊരു സ്പാനായിട്ട് നമ്മൾ കണക്കാക്കേണ്ട. ഈ MDയുടെ അവിടെ ഒരു 20 × 2 മൊമെന്റ് ഇട്ട് കൊടുക്കണമെന്നേ ഉള്ളൂ. അപ്പം നമ്മൾ ഇവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ എ ബിയും ബി സിയും കൺസിഡർ ചെയ്യും, അത് സോൾവ് ചെയ്യാൻ നോക്കും. പിന്നെ എന്താണ്, ബി സിയും സി ഡിയും കൺസിഡർ ചെയ്യും, എന്നിട്ട് അത് സോൾവ് ചെയ്യാൻ നോക്കും. ഇതാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. MA = 0, MB MC നമുക്ക് അറിയത്തില്ല, കണ്ടുപിടിക്കണം. MD എന്ന് പറയുന്നത് ഈ 20 × 2 40 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ആണ്. അപ്പോൾ നമ്മൾ ആദ്യം എ ബിയും ബി സിയും എന്നുള്ള സ്പാൻ കൺസിഡർ ചെയ്യും. എന്നിട്ട് നമ്മുടെ ഇക്വേഷനൊക്കെ നമ്മൾ എഴുതും. അതിൻ്റെ അകത്ത് ഈ A1x1 അതൊക്കെ സിമിലർ ആണ്. നേരത്തെ പോലെ തന്നെ ആകെ ഈ 2 സ്പാൻ മാത്രം കൺസിഡർ ചെയ്ത് അത് കണ്ടുപിടിക്കുക. അപ്പോൾ ഇവിടെ നമുക്കൊരു ഇക്വേഷൻ ടേമിൽ വരും. MBയും MCയും അൺനോൺ ആണ് അല്ലേ. AB BC ടേം എടുക്കുമ്പം MBയും അൺനോൺ ആണ്, MCയും അൺനോൺ ആണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും MBയുടെയും MCയുടെയും ടേമിൽ. നേരത്തെ പോലെ തന്നെയാണ്, യാതൊരു വ്യത്യാസവും ഇവിടെ ഇല്ല. നമ്മൾ എങ്ങനെയാണ് നേരത്തെ പ്രോബ്ലം അപ്രോച്ച് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇവിടെ അപ്രോച്ച് ചെയ്യേണ്ടത്. A1x1 ഒക്കെ കണ്ടുപിടിക്കാൻ അപ്ലൈ എന്താണ് അപ്പോൾ ഉണ്ടോ, ലാസ്റ്റ് നമുക്ക് MBയുടെയും MCയുടെയും ടേമിൽ ഒരു ഇക്വേഷൻ കിട്ടും. ഇനി നമ്മൾ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ അടുത്ത 2 സ്പാൻ കൺസിഡർ ചെയ്യണം. ബി സിയും സി ഡിയും കൺസിഡർ ചെയ്യണം. എന്താണ്, അപ്പോൾ A2 A3 കണ്ടുപിടിക്കുക, X1 X3 ഒക്കെ X2 X3 ഒക്കെ കണ്ടുപിടിക്കുക.
കണ്ടുപിടിക്കണം, ഇക്വേഷനിൽ അപ്ലൈ ചെയ്യണം. അപ്പം നമുക്ക് എം ബിയുടെയും എം സിയുടെയും ടേംസിൽ ഒരു ഇക്വേഷൻ വരും. ഇക്വേഷൻ 1ഉം 2ഉം നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എം ബി എം സിയും കിട്ടും. പിന്നെ നമ്മൾ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കണം. ഇവിടെ ഉള്ള ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കാൻ ഞാൻ പറയാൻ മുന്നേ ഇവിടെ വേറൊരു വ്യത്യാസം ഉള്ളതെന്ന് വെച്ചാൽ, നമ്മുടെ ലോഡ് ഇത് കണ്ടോ, ഇവിടെ 20 കിലോ ന്യൂട്ടൺ കറക്റ്റ് നടുക്കല്ല. അപ്പം ഇതിൻ്റെ ഓർഡിനേറ്റ് എന്ന് പറയുന്നത് W × A × B/L ആണ്. അതാണ് ഇവിടെ ചെയ്തേക്കുന്നത്. W എന്നിട്ട് അവിടെ 120 കിലോ ന്യൂട്ടൺ, A എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള ഡിസ്റ്റൻസ്, B എന്ന് പറഞ്ഞാൽ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ഡിസ്റ്റൻസ്, AB/L. അപ്പം ഇവിടുത്തെ x3 എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ ഒരു ട്രയാങ്കിളിന്റെ സെൻട്രോയിഡ് എന്ന് പറയുന്നത് L + B/3. അതാണ് ഇക്വേഷൻ, L + B/3. അതാണ് നമ്മുടെ x3യുടെ ഇക്വേഷൻ. ആ ഒരു ഇത് നോക്കണം ഇവിടെ. ഇനി ഞാൻ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം എങ്ങനെ വരയ്ക്കുന്നതെന്ന് പറഞ്ഞുതരാം. ഓക്കെ, ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കാൻ ഈ ഗിവൺ ലോഡ്സ്, തന്നിരിക്കുന്ന ലോഡ്സിൻ്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കും. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ എ ബിൻ്റെ അവിടെ എന്താണുള്ളത്, ഈ 30 കിലോ ന്യൂട്ടൻ്റെ കാരണമുള്ള ഒരു WL/4 ആണ് ഈ മാക്സിമം ഓർഡിനേറ്റ്. ഇതെന്ന് പറഞ്ഞാൽ UDL കാരണമുള്ളത് WL²/8. ഇതെന്ന് പറഞ്ഞാൽ W × A × B/L അത് കാരണമുള്ള ഓർഡിനേറ്റ് ഇവിടെ. അത് ഡിയിൽ തീർന്നു. പിന്നെ ഇയിൽ അവിടെ ഇങ്ങറ്റത്ത് മൊമെൻ്റ് ഇല്ല, EDയുടെ അവിടെ മൊമെൻ്റ് ഒന്നുമില്ല, നമുക്ക് വെച്ചാൽ എക്സ്ട്രാ ലോഡൊന്നുമില്ല. ഇവിടെ ഒരു 20 കിലോ ന്യൂട്ടനേ ഉള്ളൂ. അത് നമ്മൾ ഇവിടെ മൊമെൻ്റ് ആയിട്ട് വരുന്നുണ്ട്, അത് നമ്മൾ നോക്കണ്ട. അപ്പോൾ നമ്മൾ എന്താണ്, എ ബിയുടെയും ബി സിയുടെയും സി ഡിയുടെയും വരച്ച് സ്റ്റോപ്പ് ചെയ്ത് നിർത്തി. ഇനി നമ്മൾ വരയ്ക്കേണ്ടത് ABCDEൻ്റെ സപ്പോർട്ട് മൊമെൻറ്റ്സ് ആണ്. അപ്പം എ എന്ന് പറഞ്ഞാൽ 0, ബിയും സിയും നമ്മൾ ഇക്വേഷൻ സോൾവ് ചെയ്ത് കണ്ടുപിടിച്ചു. അത് നമ്മൾ നേരെ ദേണ്ട വരച്ചു. അതൊക്കെ നമ്മൾ സ്ട്രേറ്റ് ലൈൻ ഇങ്ങനെ ജോയിൻ ചെയ്യേ. ഡി എന്ന് പറയുന്നത് എന്താണ്, -20 × ഈ ഡിസ്റ്റൻസ് 40 അത് വരച്ചു. ഇ എന്ന് പറയുന്നത് 0 ആണ്, കാരണം അങ്ങ് അറ്റം സപ്പോർട്ടാണ്, 0 ആണ്. നമ്മൾ എന്ത് ചെയ്തു, പിന്നെ ഇവിടെ നേരെ സ്ട്രേറ്റ് ലൈൻ വരച്ചു. ഇതാണ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കുന്നത്. ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കാൻ AB BC CD ഓരോന്നും സെപ്പറേറ്റ് ചെയ്തിട്ട് വരച്ചാൽ മതി, വ്യത്യാസമൊന്നുമില്ല. ആകെ വ്യത്യാസം വരുന്നത് CD സെക്ഷൻ എടുക്കുമ്പോഴാണ്. അതും വലിയ വ്യത്യാസമില്ല. RCയുടെ അവിടെ RC മൊമെൻറ്റും ഡീൻ്റെ അവിടെ ഡീൻ്റെ മൊമെൻറ്റും ഇട്ട് കൊടുത്താൽ മതി. സെയിം രീതിയിൽ തന്നെ വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഫിഗറും എന്തായാലും വരച്ചു നോക്കണം. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. സെയിം രീതി തന്നെയാണ്, വേറെ വലിയ വ്യത്യാസമൊന്നുമില്ല. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ എന്താണ് വ്യത്യാസം നോക്കാം. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്ക് ഇത്രയും നേരം ഹിഞ്ചും റോളർ സപ്പോർട്ടൊക്കെ തന്നുകൊണ്ടിരുന്നത്. ഇനി നമുക്ക് ഒരു സ്ഥലത്ത് ഫിക്സഡ് സപ്പോർട്ട് വന്നു. ഫിക്സഡ് എൻഡ് വരുമ്പോൾ നമ്മൾ എങ്ങനെ എടുക്കും എന്ന് നോക്കാം. നമ്മളിപ്പം ഫിക്സഡ് എൻഡ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒരു ഇമാജിനറി സ്പാൻ ഉണ്ടെന്ന് കൺസിഡർ ചെയ്യും. ആ ഫിക്സഡ് എൻഡിൻ്റെ സൈഡിലോട്ട്, ഇപ്പം എയിലായിരുന്നു ഫിക്സഡ് എൻഡ് ഉണ്ടായിരുന്നത്, അപ്പം എയിൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ട് എന്ത് ചെയ്യണം, നമ്മളൊരു ഇമാജിനറി സ്പാൻ ഉണ്ടെന്ന് കൺസിഡർ ചെയ്യും. A0 A വേർ I = എന്താണ്, ഇൻഫിനിറ്റി. അപ്പം ഞാൻ അപ്പം എൻ്റെ ടോട്ടൽ സ്പാൻ എന്ന് പറയുന്നത് A0 തൊട്ട് A വരെ, പിന്നെ A തൊട്ട് B വരെ, പിന്നെ B തൊട്ട് C വരെ. ഇതാണ് എൻ്റെ ടോട്ടൽ ഇത്. അപ്പം നമുക്കിപ്പം 2 സ്പാനിൽ കൂടുതൽ വന്നാൽ എങ്ങനെ ചെയ്യണോ നമ്മൾ ഓൾറെഡി ഒരു ക്വസ്റ്റ്യനിൽ നോക്കി. എങ്ങനെയാ, A0 to Aയും A to Bയും എന്നുവെച്ചാൽ ഈ സ്പാനും ആദ്യം കൺസിഡർ ചെയ്യും, പിന്നെ AB-യും BC-യും പിന്നെ കൺസിഡർ ചെയ്യും. അങ്ങനെ കൺസിഡർ ചെയ്ത് 2 ഇക്വേഷൻ കിട്ടും. അതിൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. പിന്നെ A0 AB കൺസിഡർ ചെയ്യുമ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ A0 to A പ്രത്യേകിച്ച് ലോഡൊന്നുമില്ല, ഇവിടെ ഇമാജിനറി ആണ്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് മറ്റേ A1 X1 ഡയഗ്രാം ഇല്ല. AB-ൻ്റെ മാത്രമേ നമുക്ക് ഡയഗ്രാം വരത്തുള്ളൂ. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ സോറി ഇവിടെ വെച്ചിട്ട് ക്ലാരിറ്റി കുറവാണ് ഈ ഒരു പോർഷനിൽ.
പിന്നെ MA0 എന്ന് പറയുന്ന ഈ ഒക്കെ ടേം 0 ആയി പോകും. കാരണം അതൊക്കെ നമ്മുടെ ഇമാജിനറി ആണല്ലോ. MA MB മാത്രമേ ഇരിക്കത്തുള്ളൂ. ജസ്റ്റ് ഇക്വേഷൻ നമുക്ക് തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഇമാജിനറി സ്പാൻ വരച്ച് ഈ ടേംസ് ഒക്കെ എഴുതുന്നേ ഉള്ളൂ. ഈ A0 X0യും A0യുടെ ടേംസ് ഒക്കെ 0 ആയിട്ട് പോവും. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യും, 2 ഇക്വേഷൻ കിട്ടും. ആ ഇക്വേഷൻ സോൾവ് ചെയ്യുക. 2 സ്പാനായി കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇക്വേഷൻ സോൾവ് ചെയ്യുക. അത്രേ നമുക്ക് ചെയ്യാനുള്ളൂ. ഇക്വേഷൻ സോൾവ് ചെയ്യുക, കണ്ടുപിടിക്കുക. ബാക്കിയൊക്കെ നേരത്തെ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ പോലെ തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. ഇവിടെ നമ്മൾ ഫിക്സഡ് എൻഡ് ആയതുകൊണ്ട് നമുക്ക് MAക്ക് ഒരു വാല്യൂ വരും. അപ്പോൾ MA നമ്മൾ ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ ഇട്ട് കൊടുക്കും. കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നമുക്ക് ഡീൻ്റെ അവിടെ ഒരു വാല്യൂ വന്നില്ലേ, അതുപോലെ നമ്മളിവിടെ MAക്ക് ഒരു വാല്യൂ വരും, അത് ഇട്ട് കൊടുക്കുക. അത്രേ ഉള്ളൂ. എന്നിട്ട് അതിനനുസരിച്ച് ഫിഗർ വരയ്ക്കുക. വേറെ പ്രശ്നമൊന്നുമില്ല അതിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സിമിലർ ആണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. ഇവിടെ സീൻ്റെ അവിടെ ഫിക്സഡ് വരും. അപ്പോൾ എന്താണ്, നമ്മൾ ഇമാജിൻ്റെ സപ്പോർട്ട് എടുക്കണം. അത് ഞാൻ ഒന്നുകൂടെ പറയണ്ടല്ലോ, ഒന്നുമില്ല. AB to BC ആദ്യം കൺസിഡർ ചെയ്യണം. പിന്നെ BC to ഇവിടെ നമ്മൾ ഇമാജിനറി C0 വരെ കൺസിഡർ ചെയ്യണം. ഈ C0ൻ്റെ അവിടെ വരുന്ന എല്ലാം നമ്മുടെ ടേംസ് 0 ആയി പോവും. അപ്പം നമുക്ക് MCയും MBയും കിട്ടും. MA 0 ആണ്. ഇവിടെ പിന്നെ വരുന്ന വേറൊരു വ്യത്യാസം, ഇവിടെയാണ് ക്വസ്റ്റ്യനിൽ വ്യത്യാസം വരുന്നത്. നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻസിൽ നിന്നൊക്കെ നമ്മുടെ AB സ്പാനിൻ്റെ അകത്ത് 2 ലോഡ് വന്നു. UDLൻ്റെ മേളിൽ തന്നെ കോൺസെൻട്രേറ്റഡ് ലോഡ് വന്നു. അപ്പം നമ്മൾ നമ്മുടെ മ്യൂ ഡയഗ്രാം വരയ്ക്കണ്ടേ, നമ്മുടെ ഫ്രീ ബെൻഡിങ് മൊമെന്റ് തന്നേക്കുന്ന ലോഡിങ്ങിൻ്റെ മ്യൂ ഡയഗ്രാം വരയ്ക്കുമ്പം നമ്മൾ ആദ്യം ഒരു A1' നമ്മുടെ യൂണിറ്റ് ലോഡ് അല്ലെങ്കിൽ കോൺസെൻട്രേറ്റഡ് ലോഡ് കാരണമുള്ള ആദ്യം വരയ്ക്കും. അപ്പോൾ അതിൻ്റെ മാക്സിമം ഓർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ WL/4. പിന്നെ നമ്മൾ എന്ത് ചെയ്യും, A" വരയ്ക്കും. എന്ന് പറയുമ്പം എന്താണ്, ഈ UDL 20 kN UDLൻ്റെ പിന്നെ വരയ്ക്കും. WL²/8 ആണ് ഇതിൻ്റെ ടോട്ടൽ ഓർഡിനേറ്റ്. പിന്നെ BC സ്പാനിൽ ഇവിടെ ഒരു 80 kN ഉണ്ട്, അതിൻ്റെ ഏരിയ ആണ് A2 എന്ന് പറയുന്നത്. ആ ട്രയാങ്കിളും ഇവിടെ ഉണ്ട്. അപ്പം ഇവിടെ നമ്മൾ ഇക്വേഷൻ എഴുതുമ്പോൾ നമ്മൾ ABയും BC സ്പാൻ കൺസിഡർ ചെയ്യുമ്പം ABയിൽ എക്സ്ട്രാ ഈ ഒരു ട്രയാങ്കിളും കൂടെ വരും. അപ്പം എങ്ങനെയാണ്, MAL1 plus 2MBL1 plus L2 plus MCL2 is equal to -6 A1x1 L1 minus -6 A2x2 L2. പിന്നെ നമ്മൾ -6 A1" x1" കൂടെ നമ്മൾ ചെയ്യണം. നമ്മളപ്പോൾ ഇവിടെ 3 ട്രയാങ്കിൾ കൺസിഡർ ചെയ്യണമെന്നേ ഉള്ളൂ. അപ്പോൾ 3 പ്രാവശ്യം നമ്മൾ ഈ ഏരിയ മൈനസ് ചെയ്യണമെന്നേ ഉള്ളൂ. കാരണം നമുക്ക് എക്സ്ട്രാ അവിടെ ഒരു ഏരിയ വരുന്നതുകൊണ്ടാണ്. ആ കേസ് എപ്പോഴാണ് വരുന്നത്, ഇതുപോലെ UDLൻ്റെ മുകളിൽ വേറെ ലോഡ്, അങ്ങനത്തെ നമുക്ക് UDLലും സാധാരണ ലോഡേ ചോദിക്കത്തുള്ളൂ. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ എന്താണ് വേറെ ട്രയാങ്കിൾ എടുക്കുന്നത്. എന്താ വേറെ ട്രയാങ്കിൾ എന്നല്ല, ഒരു ടേമും കൂടെ വരുന്നത്. ഇത് ചെയ്തു നോക്കുക. അപ്പോൾ നമുക്ക് MBയും MCയും ഒരു ഇക്വേഷൻ കിട്ടും. പിന്നെ BCയും C0 എന്നൊരു ഇമാജിനറി സ്പാൻ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് വേറൊരു ഇക്വേഷൻ കിട്ടും. അതിൽ നമുക്ക് സോൾവ് ചെയ്ത് എടുക്കാം. ഇതൊന്ന് കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. എന്നാലും നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ഞാൻ AB സ്പാൻ എടുത്തു. അപ്പോൾ ഈ സ്പാനിൻ്റെ അകത്ത് ഒരു 40 kN ഉണ്ട്, പിന്നെ ഒരു UDLും ഉണ്ട്. പക്ഷേ ഓരോന്നിൻ്റെ മേളിൽ ഇമ്പോസ്ഡ് അല്ല, പകരം സെപ്പറേറ്റ് ആയിട്ടാണ്. ഫസ്റ്റ് 2 മീറ്ററിൻ്റെ അവിടെ ഒരു 1 മീറ്റർ കഴിഞ്ഞ് 40 kN 2 മീറ്റർ കഴിഞ്ഞിട്ടാണ് UDLും വരുന്നത്. സോറി, ഈ ഫിഗർ ലാപ്പിൽ ഇങ്ങനെ എടുത്തുകൊണ്ട് ക്ലിയർ അല്ല. പിന്നെ 30 kN BC സ്പാനിൽ. BC നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല, ഒരു പ്രശ്നമില്ല. നമ്മുടെ AB സ്പാനിൻ്റെ അവിടെയാണ് വ്യത്യാസം വരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യും, ABയിൽ 40 kN മാത്രം ഇട്ടിട്ട് അതിൻ്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കും. അപ്പോൾ ഇതിൻ്റെ മാക്സിമം ഓർഡിനേറ്റ് വെച്ചാൽ 4AB/L. A1' എന്ന് പറയുന്നത് ഈ ഏരിയ ട്രയാങ്കിളുടെ ഏരിയ 60. X എന്ന് പറയുന്നത് എന്താണ്, L+A/3 ചെയ്യുക. 5/3 എന്ന് കിട്ടും. ഏത് ലെഫ്റ്റിൽ നിന്ന് എടുക്കുമ്പം റൈറ്റിൽ നിന്ന് എടുക്കുമ്പോൾ L+B/3 ചെയ്തു, കിട്ടി. AB എന്ന് പറഞ്ഞാൽ പിന്നെ അടുത്ത് സെപ്പറേറ്റ് ചെയ്യുക. UDL മാത്രമായിട്ട് നമ്മൾ വരയ്ക്കുമ്പം
തുടക്കത്തിൽ ഇവിടെ ഒന്നും ഇല്ലല്ലോ, അതുകൊണ്ട് ഈ UDL സ്റ്റാർട്ട് ചെയ്യുന്നത് വരെ ഇതൊരു സ്ട്രെയിറ്റ് ലൈനും അതിനുശേഷമാണ് നമ്മൾ പാരാബോളിക് ആയിട്ട് ഇതിനെ വരയ്ക്കുന്നത്. അപ്പം ഈ മാക്സിമം ഓർഡിനേറ്റ് എന്ന് പറയുന്നത് ഈ ലോഡിൻ്റെ മാക്സിമം ആണ്. ഈ 20 ഇൻറ്റു ഇത്രയും ഡിസ്റ്റൻസ്, അതെത്രയാണ്? 20 ഇൻറ്റു 2 40. സോറി, ആ ടോട്ടൽ ലോഡല്ല, അതിൻ്റെ ഹാഫ് ആണ് ഈ ഓർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ. 20 ഇൻറ്റു 2 40, 40 ബൈ 2 20. അതാണ് 20 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ എന്ന് കിടക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ UDLയുടെ ടോട്ടൽ ലോഡിൻ്റെ ഹാഫ് ആണ് ഇതിൻ്റെ കറക്റ്റ് ടോപ്പിൽ ആക്ട് ചെയ്യുന്നത്. അപ്പം ഈ ഒരു ഫിഗറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഏരിയ ഓഫ് ദിസ് ട്രയാങ്കിൾ പ്ലസ് ഏരിയ ഓഫ് ദിസ് പാരബോള. ഏരിയ ഓഫ് ദ പാരബോള നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നു എന്നാൽ, ഏരിയ ഓഫ് ദ പാരബോള കണ്ടുപിടിക്കാൻ നമ്മൾ ആദ്യം റിയാക്ഷൻ സപ്പോർട്ട് RAയും RBയും കണ്ടുപിടിക്കണം. ജസ്റ്റ് ഒന്ന് ഇരിക്കുക, പ്രൊസീജിയർ കുറച്ചുണ്ട്, ഒന്നുമില്ല. നമ്മൾ നോർമൽ പോലെ ആദ്യം നമ്മുടെ ഇക്വേഷൻ എഴുതുക. ABനെ ആദ്യത്തെ ലോഡ് 40 കിലോ ന്യൂട്ടൺ മാത്രമായിട്ട് സെപ്പറേറ്റ് ചെയ്ത് അതിൻ്റെ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരച്ച് അതിൻ്റെ ഏരിയയും അതിൻ്റെ എക്സും കണ്ടുപിടിച്ചു. പിന്നെ UDLൻ്റെ വരച്ചു, UDL എടുത്തു. UDLൻ്റെ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ UDLയുടെ എവിടെയാണോ സ്റ്റാർട്ട് ചെയ്യേണ്ടത് അവിടെ നിന്ന് പാരബോള ആവും, അതുവരെ അത് സ്ട്രെയിറ്റ് ലൈൻ ആണ്. ആൻഡ് ഈ ഇങ്ങനത്തെ ഒരു ഡയഗ്രത്തിൻ്റെ മാക്സിമം ഓർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ ഈ ടോട്ടൽ UDL ബൈ 2 ആണ്. എന്നിട്ട് ഇതിൻ്റെ ടോട്ടൽ ഏരിയ നമ്മൾ കണ്ടുപിടിക്കണം. അതെന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ പ്ലസ് ഏരിയ ഓഫ് ദിസ് പാരബോളയാണ്. അപ്പോൾ ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ നമുക്ക് സുഖമായിട്ട് കിട്ടും. നമുക്ക് ഈ ഡിസ്റ്റൻസ് വരെയാം, ഈ ഡിസ്റ്റൻസ് വരെയാം. ഏരിയ ഓഫ് ദ പാരബോള കിട്ടണമെങ്കിൽ നമുക്ക് ഇവിടുത്തെ റിയാക്ഷൻ സപ്പോർട്ട് ഫോഴ്സസ് അറിയണം. അപ്പോൾ റിയാക്ഷൻ ഫോഴ്സസ് RA പ്ലസ് RB ഈസ് ഈക്വൽ ടു എന്താണ്? ഈ 20 ഇൻറ്റു 2 ചെയ്യുക. അപ്പോൾ നമുക്ക് അവിടുത്തെ ലോഡ് കിട്ടും. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് RA കിട്ടും. RA RB നമുക്ക് കിട്ടി. ഇത് സോൾവ് ചെയ്യുമ്പോൾ RA RB കിട്ടി. RA RB കിട്ടിയതിന് ശേഷം നമ്മൾ പാരാബോളയ്ക്ക് ഒരു ഇക്വേഷൻ കണ്ടുപിടിക്കണം. ഈ MX കണ്ടുപിടിക്കണം. അതെങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്ന് നോക്കാം. ഞാൻ പോയിട്ട് ഇതിൻ്റെ അതോടെ ഒരു സെക്ഷൻ വരച്ചു. അറ്റ് എ ഡിസ്റ്റൻസ് എന്താണ്? X. അപ്പം ഈ MX എന്ന് പറയുന്നത് ഈ 30 എന്ന് പറഞ്ഞാൽ RB ആണ്. RB ആണ് എന്താണ് നമ്മുടെ 30 ഇൻറ്റു എക്സ് മൈനസ് എന്താ ലോഡ് താഴോട്ടാണ്ട് -20 ഇൻറ്റു എക്സ് ബൈ 2 അല്ലേ? അങ്ങനെ വന്നാലല്ലേ ശരിയാകത്തുള്ളൂ. അതാണ് ഇവിടുത്തെ ഇക്വേഷൻ. 30 നമ്മളിവിടെ ഒരു സെക്ഷൻ വരച്ചിട്ട് അതേ അറ്റ് എ ഡിസ്റ്റൻസ് ഒരു എക്സ് മാറിയിട്ടൊരു സെക്ഷൻ വരയ്ക്കുക. അപ്പം എന്താണ് ആ സെക്ഷൻ്റെ അടുത്ത മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ ആ എന്താണ് RB ഇൻറ്റു ആ ഒരു എക്സ് പിന്നെ ഈ 20 ഇൻറ്റു x² ബൈ 2. അതാണ് MXൻ്റെ ഇക്വേഷൻ. ഒന്നുകൂടി പറയണോ? ഇവിടെ നമ്മളൊരു സെക്ഷൻ വരച്ചു. ദിസ് ഇസ് അറ്റ് എ ഡിസ്റ്റൻസ് x. അപ്പോൾ RB ഇൻറ്റു x ഇൻറ്റു 20 മൈനസ് x ഇൻറ്റു x² ബൈ 2. അതാണ് ഇവിടെ. ഓക്കെ, അപ്പം നമുക്ക് MXൻ്റെ ഇക്വേഷൻ കിട്ടി. ഇനി ഏരിയ അണ്ടർ ദ പാരബോള എന്ന് പറയാം. ഇനി നമ്മൾ ട്രയാങ്കിൾ കിട്ടി. ഇനി ഏരിയ ഓഫ് ദ പാരബോള കണ്ടുപിടിക്കണ്ടേ? ഏരിയ ഓഫ് ദ പാരബോള എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ഇത് തൊട്ട് ഇതുവരെയുള്ള ഡിസ്റ്റൻസ് 0 to 2 എന്നുള്ള ഡിസ്റ്റൻസിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഏരിയ ഓഫ് ദ പാരബോള കിട്ടും. ഇനി ഏരിയ ഓഫ് ദ പാരബോള കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിനി സെൻട്രോയിഡ് കണ്ടുപിടിക്കണം. സെൻട്രോയിഡ് എന്ന് പറയുന്നത് A1 എന്ന് പറഞ്ഞാൽ ഈ ടോട്ടൽ A1 ട്രിപ്പിൾ ഡാഷ് ഇൻറ്റു ഈ നമ്മൾ കണ്ടുപിടിച്ച ഇക്വേഷൻ ഇല്ലേ, ഇൻറ്റു ഒരു എക്സ് ചെയ്തിട്ട് അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് സെൻട്രോയിഡ് കിട്ടും. ഏത്? ഈ പാരബോളയുടെ സെൻട്രോയിഡ് കിട്ടും ഫ്രം ഇവിടെ നിന്നുള്ള ഈ ഒരു പോയിന്റിൽ നിന്നുള്ള ഡിസ്റ്റൻസിൽ നമുക്ക് ആ സെൻട്രോയിഡ് കിട്ടും. ഇനി നമുക്ക് നമ്മൾ ട്രയാങ്കിളുടെ സെൻട്രോയിഡ് വേണം ഫ്രം ദിസ് ഡിസ്റ്റൻസ്. അപ്പോൾ ഈ നമ്മുടെ ട്രയാങ്കിളുടെ സെൻട്രോയിഡ് ഇവിടെ ആയിട്ട് വരും. ഇത് എന്ന് പറയുന്നത് 1/3x ആയിരിക്കും.
പ്ലസ് ഈ ടോട്ടൽ ഡിസ്റ്റൻസ്. അതാണ് ഈ ട്രയാങ്കിളിന്റെ സെൻട്രോയിഡ് എന്ന് പറഞ്ഞാൽ. അതാണ് 1/3 ഇൻറ്റു 2. ശരിയാണ്. ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 2 ആണ്. 1/3 ഇൻറ്റു 2 പ്ലസ് ഈ തൊട്ട് ഇതുവരെയുള്ള ഡിസ്റ്റൻസ് 2 ആഡ് ചെയ്യുക. സെൻറ്റർ ഓഫ് ട്രയാങ്കിളും കിട്ടി. എവിടെ നിന്ന്? ഈ ബി എന്നുള്ള അറ്റത്ത് നിന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ ആക്ച്വൽ സെൻട്രോയിഡ്, നമുക്ക് ആവശ്യമുള്ള സെൻട്രോയിഡ് എന്ന് പറയുന്നത് ലോഡല്ല, ഈ ടോട്ടൽ ഓർഡിനേറ്റ് ഇൻറ്റു 8/3. 8/3 എന്ന് പറയുന്നത് ഈ ട്രയാങ്കിളുടെ ഈ ഓർഡിനേറ്റ് ഇൻറ്റു 8/3 പ്ലസ് എന്താണ് 40 പ്ലസ് 40 ചെയ്യണം. അതെന്ന് പറയുമ്പോൾ നമ്മൾ ബിക്കോസ് നമ്മൾ ഓൾറെഡി ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ് നമ്മൾ ഇവിടെ ചെയ്തു, അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് ഇൻറ്റു ഡിസ്റ്റൻസ് നമ്മളിവിടെ ചെയ്തു. അപ്പോൾ ആ പ്ലസ് 40 ഇവിടെ ആഡ് ചെയ്യണം. അപ്പോൾ നമ്മളിപ്പോൾ എന്താ ചെയ്ത് സെൻട്രോയിഡ് കണ്ടുപിടിക്കാൻ ഈ ടോട്ടൽ ഓർഡിനേറ്റ് ഇൻറ്റു ഇതുവരെയുള്ള സെൻട്രോയിഡൽ ഡിസ്റ്റൻസ് പ്ലസ് A1 എന്ന് നമ്മൾ കണ്ടുപിടിച്ച സെൻട്രോയിഡ് ബൈ ടോട്ടൽ എന്താണ് ആ ഓർഡിനേറ്റ് 20 പ്ലസ് ഏരിയ അണ്ടർ ദ ട്രയാങ്കിൾ എന്താ 20 പ്ലസ് ഈ ഏരിയ ഓഫ് ദ പാരബോള. അതാണ് ടോട്ടൽ ഡിവൈഡ് ബൈ ടോട്ടൽ ഏരിയ ചെയ്യുമ്പോൾ നമുക്ക് സെൻട്രോയിഡ് കിട്ടും. എവിടെ നിന്ന്? ഫ്രം ദ റൈറ്റ്. അപ്പോൾ സെൻട്രോയിഡൽ ഡിസ്റ്റൻസ് നമുക്ക് കിട്ടി. പിന്നെ നമുക്ക് ഡയറക്റ്റ് ഇക്വേഷനിൽ ഇടാനുള്ളതേ ഉള്ളൂ. നമ്മളിപ്പോൾ ഇവിടെ കണ്ടുപിടിച്ചെന്ന് വെച്ചാൽ നമ്മുടെ A1x1' നമ്മൾ ആദ്യം 40 kN മാത്രം ഇട്ടുള്ളത്. പിന്നെ UDL വരുന്ന കേസ്. പിന്നെ A2x2 എന്ന് പറയുന്നത് ദിസ് വൺ ഈ 30 kN. ആദ്യം 6 × A1x1/L1 ഈ 40യുടെ, പിന്നെ ഈ 20യുടെ, പിന്നെ ഈ 30യുടെ. ഇപ്പം നമ്മൾ ഈ 20യുടെ ആണ് കണ്ടുപിടിക്കാൻ നമ്മൾ കുറേ പാടുപെടുന്നത്. മേ ബി ഈ ലാസ്റ്റ് ക്വസ്റ്റ്യൻ അത്രയ്ക്ക് അങ്ങോട്ട് കത്തി കാണത്തില്ല. ഒന്ന് വായിച്ചു നോക്ക്. കത്തിയില്ലെങ്കിൽ പറ, ഞാൻ ഈ സാധനം ഒന്നും കൂടെ എടുത്തു തരാം ഈ ഒരു പോർഷൻ. കാരണം ഇത് ഇച്ചിരി ചെയ്യാനുണ്ട് പ്രൊസീജിയർ. ഇത്രയും മോഡൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചോദിക്കത്തുള്ളൂ, ഇതിൽ കൂടുതൽ ചോദിക്കില്ല. ഇതെല്ലാം ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. എന്നിട്ട് ഈ ക്വസ്റ്റ്യൻസിൽ പ്രോബ്ലം വരുന്നുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി, ഞാൻ അപ്പോൾ അത് പറഞ്ഞുതരാം ചെയ്യാൻ.